കേരളത്തിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. മഴക്കെടുതികളും കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട്. നിലവിലെ സാഹചര്യം മിനിസ്റ്ററെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മഴ ഇനി എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ പ്രവചന വകുപ്പിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്നത്. 5-ാം തീയതി വരെയുള്ള ഞങ്ങൾക്ക് റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. 5-ാം തീയതി വരെ ഇന്ന് അല്പം ശക്തമായ മഴ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ മഴയുണ്ടെങ്കിലും അതിന് ശക്തി കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത്. 5-ാം തീയതിയും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഉണ്ടായ സ്ഥിതിയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടല്ലേ? മഴക്കെടുതികളാണെങ്കിലും അതൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ ഇപ്പോൾ 6-7 മരണമാണല്ലോ സ്ഥിരീകരിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ 14 ജില്ലകളിലെയും റിപ്പോർട്ട് എടുത്തിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു ജില്ലയിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലായിടത്തും മഴ താരതമ്യേന കുറവാണ്. വെള്ളം കയറിയ ഇടങ്ങളിലൊക്കെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളം കുറയുമ്പോഴുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. നിലവിലുള്ള ഗവൺമെൻറ് സംവിധാനവും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി ഉൾപ്പെടെ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് കയറിയ പത്തനംതിട്ട, കോട്ടയം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നശിച്ചൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വിഷ്വൽസ് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അവിടെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പരാതി വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് വളരെ വേഗത്തിൽ കൊടുത്ത നിർദ്ദേശം? എന്താണ് പരിഹാരം? എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് വെള്ളം ഇറങ്ങിക്കഴിയുന്നത് പല സ്ഥലങ്ങളിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ഇറങ്ങുമ്പോൾ ആ പ്രദേശത്തുള്ള മാലിന്യവും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇന്ന് സ്വാഭാവികമായിട്ടും വെള്ളം ഇറങ്ങിയ സാഹചര്യത്തിൽ ഇനി ഫോക്കസ് കൊടുക്കുക എത്രയും പെട്ടെന്ന് ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം ഒരു ചെറിയ പരിധി ഉള്ളപ്പോൾ പോലും നമുക്കത് കഴിയില്ല. വെള്ളം പൂർണ്ണമായി ഇറങ്ങിക്കഴിയുമ്പോഴാണ് മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ അതിന്ന് സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആശങ്ക പൂർണ്ണമായിട്ടും പരിഹരിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ തന്നെ ഉണ്ടാവില്ലേ വ്യാപാരികൾ അത്തരത്തിലുള്ള? തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് മാലിന്യങ്ങൾ നീക്കി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ സംവിധാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ലഭ്യമാവുകയാണെങ്കിൽ അവരുടെ സേവനം കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. LSGയുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജീവനക്കാർ ഉൾപ്പെടെ ഈ രംഗത്ത് ഉണ്ട്. നഗരസഭയും മറ്റു കാര്യങ്ങളൊക്കെ സജീവമായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അല്പസമയം കിട്ടിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലയിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ചില പരാതികൾ വരുന്നുണ്ട്. ആറന്മുളയിൽ നിന്നുൾപ്പെടെ ഭക്ഷണം എത്തിക്കുന്നതിലുള്ള ഒരു പരാതി ഉൾപ്പെടെ വന്നിരുന്നു. ഇക്കാര്യത്തിൽ എന്ത് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്? അതൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിച്ചോ? അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ മേന്മയായിട്ടാണ് ഞാൻ കാണുന്നത്. ചെറിയൊരു വീഴ്ചയെങ്കിലും ഇപ്പോൾ നമുക്ക് ഒട്ടനവധി ക്യാമ്പുകളുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലും ക്യാമ്പ് ആരംഭിച്ചു. അപ്പോൾ ആറന്മുളയിൽ ഒരു ക്യാമ്പിൽ പോലും അല്പസമയം ഭക്ഷണം വൈകിക്കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തു വരുന്നു. അപ്പോൾ നമുക്ക് ഇടപെടാൻ കഴിയുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ സിസ്റ്റം ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടായി തന്നെ കാണണം. അപ്പോൾ പരാതി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സമയത്തിൻ്റെ അല്പം വ്യത്യാസമുള്ള പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, പക്ഷേ ആ വ്യത്യാസം വരാൻ പാടില്ല. നേരത്തെ തന്നെ അവർക്ക് ഭക്ഷണം ലഭ്യമാണമായിരുന്നു. പക്ഷേ അത് വിളിച്ച് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആക്ഷേപമാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. മരിച്ച ആളുകൾക്ക് ലഭിക്കുന്ന സഹായധനം കേരളത്തിൽ എല്ലാ കാലത്തും കാലവർഷക്കെടുതിയിൽ സഹായധനം ഉണ്ടാകും. അത് എത്രയാണ് കൊടുക്കുക? അക്കാര്യത്തിൽ തീരുമാനമായി. കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്, വീടുകൾ തകർന്നവരുണ്ട്, ഭാഗികമായി വീടുകൾ തകർന്ന ഇവർക്കൊക്കെ തന്നെ ഏത് തരത്തിലുള്ള സഹായം ലഭിക്കും എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നിലവിലുള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് നമ്മൾ സഹായങ്ങൾ കൊടുക്കാറുള്ളത്. പക്ഷേ ചില കാര്യങ്ങളിൽ ക്യാബിനറ്റ് ചില പ്രത്യേക തീരുമാനം എടുത്തും കൊടുക്കാറുണ്ട്. പക്ഷേ കാലവർഷക്കെടുതിയിൽ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, വീടുകൾ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞാൽ, ഭാഗികമായി നശിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്. ആ തുകയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് ഇക്കാര്യത്തിലും നമ്മൾ അതിനകത്തൊരു വീഴ്ച വരില്ല. ജില്ലാ കളക്ടർ റിപ്പോർട്ട് തരുന്നതനുസരിച്ച് തന്നെ അതിനാവശ്യമായ തുക ജില്ലകളിലേക്ക് അനുവദിച്ച് ഇത്തരം ദുരന്തങ്ങൾക്ക് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നുണ്ട് റെഡ് അലേർട്ടുമായി ബന്ധപ്പെട്ട്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ തോട്ടിലൊക്കെ തന്നെ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നൽകേണ്ടതല്ലേ? അക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് മാതാപിതാക്കളോട്? അല്ല, നമ്മുടെ ഏറ്റവും വലിയ സന്ദേശം തന്നെ സ്കൂൾ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പുറത്തിറങ്ങി സ്കൂളിലേക്ക് വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവരുത്. അത് സ്കൂളിലേക്ക് വരുമ്പോൾ മാത്രമല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എവിടെ പോകുമ്പോഴും ഉണ്ടാവരുത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു ജാഗ്രത രക്ഷിതാക്കളും നമ്മളെല്ലാവരും എടുക്കണം. കുട്ടികൾ സ്കൂളില്ല എന്നുള്ളതുകൊണ്ട് പുറത്തിറങ്ങി കളിക്കാൻ പോകുന്ന സാഹചര്യം ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് റെഡ് അലർട്ടൊക്കെ വന്ന് സ്കൂൾ അവധി പ്രഖ്യാപിക്കുമ്പോൾ. കാരണം ആ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് സ്കൂൾ അടയ്ക്കുന്നത്. അപ്പോൾ ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ പുറത്തിറങ്ങി കളിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം.
കേരളത്തിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. 5-ാം തീയതി വരെ മഴയുണ്ടാകും. പക്ഷേ ഇന്നലെ സ്ഥിതിയൊക്കെ തന്നെ മാറിയിട്ടുണ്ട് ഇന്നത്തേക്ക് എത്തുമ്പോൾ എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്, കൃത്യമായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ജാഗ്രതാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ റിപ്പോർട്ടർ TV യോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂറിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.